നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ. പ്രധാന വാർത്തകൾ. നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള വള്ളംകളി പ്രേമികൾക്ക് അവസരമൊരുക്കുന്നു. വള്ളംകളിയുടെ ടിക്കറ്റ് സഹിതമാണ് KSRTCയുടെ പാക്കേജ് ക്രമീകരിച്ചിരിക്കുന്നത്. കഥാകാരിയും KGOA അംഗവുമായ M. മഞ്ജുവിന്റെ ജലപന്ത് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. നെഹ്റു ട്രോഫി മത്സര വള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തുന്ന വള്ളത്തിലെ ഒന്നാം തുഴച്ചിൽക്കാരന് പ്രത്യേക സമ്മാനം പ്രഖ്യാപിച്ച് പാതിരപ്പള്ളി മഹീന്ദ്ര AAA മോട്ടോഴ്സ്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറായി നിജാസ് ജുവൽ ചുമതലയേറ്റു. നേരത്തെ വിവിധ ജില്ലകളിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 10 പുന്നമടക്കായൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ട്രാക്കും ഹീറ്റ്സും നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു. YMCA ഹാളിൽ നടത്തിയ നറുക്കെടുപ്പ് നെഹ്റു ട്രോഫി ബോർഡറി സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും അതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പ്രതിഷേധം ശക്തമാകുന്നു. വാർത്തകൾ വിശദമായി. നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള വള്ളംകളി പ്രേമികൾക്ക് അവസരമൊരുക്കുന്നു. വള്ളംകളിയുടെ ടിക്കറ്റ് സഹിതമാണ് KSRTCയുടെ പാക്കേജ് ക്രമീകരിച്ചിരിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള വള്ളംകളി പ്രേമികൾക്ക് അവസരമൊരുക്കുന്നു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശം അനുഭവിച്ചറിയാൻ KSRTCയിൽ യാത്ര ചെയ്ത് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന കായൽ ജലോത്സവത്തിന് പങ്കെടുക്കാം. വള്ളംകളിയുടെ ടിക്കറ്റ് സഹിതമാണ് KSRTCയിൽ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നും ആവശ്യാനുസരണം ചാർട്ടേഡ് ബസ് ഒരുക്കി നെഹ്റു ട്രോഫിയുടെ റോഡ് കോർണർ, വിക്ടറി ലൈൻ എന്നീ കാറ്റഗറിയിലാണ് പ്രവേശനം നടത്തുന്നത്. മറ്റ് ജില്ലകളിൽ നിന്നും ആലപ്പുഴയിൽ നേരിട്ടെത്തുന്നവർക്ക് KSRTC ആലപ്പുഴ ഡിപ്പോയിൽ നെഹ്റു ട്രോഫി വള്ളംകളി കാണുന്നതിനായി പാസ് എടുക്കുവാൻ പ്രത്യേക കൗണ്ടർ ആലപ്പുഴ ഡിപ്പോയിൽ ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 100, 200, 400, 500, 1500, 2500, 3000 വരെയുള്ള എല്ലാത്തരം പാസുകളും ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭ്യമാകുമെന്നും അധികൃതർ അറിയിച്ചു. 1,75,100 രൂപയുടെ ടിക്കറ്റുകളും 2023 2,99,500 രൂപയുടെ ടിക്കറ്റുകളും KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ മുഖേന വിൽക്കുവാൻ കഴിഞ്ഞതായും 10 ലക്ഷം രൂപയുടെ ടിക്കറ്റ് വിൽപ്പനയാണ് 2024 ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കഥാകാരിയും KGOA അംഗവുമായ M. മഞ്ജുവിന്റെ ജലപന്ത് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ആലപ്പുഴ കയർക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി P. രാജീവ് കഥാകൃത്ത് PJ ആന്റണിക്ക് പുസ്തകം നൽകി പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കഥാകാരിയും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ അംഗവുമായ M. മഞ്ജുവിന്റെ ജലപന്ത് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ആലപ്പുഴ കയർക്രാഫ്റ്റ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വ്യവസായ കയർ നിയമവകുപ്പ് മന്ത്രി P. രാജീവിൽ നിന്നും പ്രമുഖ കഥാകൃത്ത് PJ ആന്റണി പുസ്തകം ഏറ്റുവാങ്ങിയാണ് പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നടത്തിയത്. ചടങ്ങിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് IAS മുഖ്യാതിഥിയായിരുന്നു. നിരൂപകയും സാഹിത്യ അക്കാദമി അംഗവുമായ VS ബിന്ദു പുസ്തകം പരിചയപ്പെടുത്തി. ചിന്ത പബ്ലിക്കേഷൻസ് സബ് എഡിറ്റർ രാധാകൃഷ്ണൻ ചെറുവള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ബിജു X മലയിൽ, AILU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, KGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജി സോമരാജൻ, ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ M. മാക്കിയിൽ, KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK ഷിബു എന്നിവർ സംസാരിച്ചു. കഥാകൃത്ത് M. മഞ്ജു മറുപടി പ്രസംഗം നടത്തി. വളരെ ഏതൊരു പുസ്തകം എഴുതുന്ന ആളെ സംബന്ധിച്ചും ഇത്തരം ഒരു ചടങ്ങ് വളരെ സന്തോഷകരമായ ഒന്നാണ്. പുസ്തകം വളരെ ഒത്തിരിയൊന്നും സംസാരിക്കാൻ അറിയാവുന്ന ഒരാളല്ല ഞാൻ. എഴുതുക മാത്രമാണ്, എഴുതുകയും വായിക്കുകയാണ് പ്രധാനപ്പെട്ട എൻ്റെ മേഖലകൾ. അത് വളരെ ഗൗരവമായി തന്നെ എടുക്കുന്ന ആളും കൂടിയാണ്. ഒത്തിരി വായിക്കുകയും ഇത്തിരി എഴുതുകയും ചെയ്യുന്നു എന്ന് പറയുന്നതാവും ശരി. ഇത്തരം ഒരു ചടങ്ങിൽ നിൽക്കുമ്പോൾ
കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ് ചടങ്ങിന് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് KG പ്രശാന്ത് ബാബു ചടങ്ങിന് നന്ദിയും പറഞ്ഞു. നെഹ്റു ട്രോഫി മത്സര വള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തുന്ന വള്ളത്തിലെ ഒന്നാം തുഴച്ചിൽക്കാരന് പ്രത്യേക സമ്മാനം പ്രഖ്യാപിച്ച് പാതിരപ്പള്ളി മഹീന്ദ്ര ട്രിപ്പിൾ മോട്ടേഴ്സ് രംഗത്ത്. ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് സമ്മാനമായി നൽകുന്നത്. ഓഗസ്റ്റ് 10 ആലപ്പുഴ പുന്നമടക്കായലിൽ നടത്തുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ഒന്നാമതെത്തുന്ന ചുണ്ടൻ വള്ളത്തിലെ ഒന്നാം തുഴക്കാരന് പ്രത്യേക സമ്മാനം പ്രഖ്യാപിച്ച് പാതിരാപ്പള്ളി ട്രിപ്പിൾ എ മോട്ടേഴ്സ് രംഗത്ത്. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഷോറൂം അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. എന്തോ ഒരു ചെറിയ കഴിവ് അവന് മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒന്നാം തുഴക്കാരനെ ഒന്നാം തുഴയ്ക്ക് തന്നെ ഇരുത്തുന്നതും രണ്ടാം തുഴക്കാരനെ ഒരിക്കലും ഒന്നാം തുഴയ്ക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യാത്തതും. ഈ അവസരത്തിൽ സാധാരണ കുടുംബത്തിൽ നിന്നും, അതായത് ഒരു കർഷക കുടുംബത്തിൽ നിന്നും അല്ലെ ആ രീതിയിലുള്ള ഒരു കുടുംബത്തിൽ നിന്നായിരിക്കും തുഴയാൻ വരുന്ന ഓരോ മലയാളികളും. അവൻ തുഴഞ്ഞിറങ്ങി വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് അവൻ്റെ കൂടെ അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ കുടുംബത്തിലേക്ക് നമ്മുടെ ഒരു അംഗമായി ഒരു ഇലക്ട്രിക് ഓട്ടോ ചെല്ലുമ്പം ആ നാടിനും ആ ക്ലബിനും ആ ടീമിനും അവൻ്റെ കുടുംബത്തിനും ഭയങ്കര പ്രചോദനം ആയിരിക്കും എന്ന് തന്നെയുള്ള വിശ്വാസത്തോടെയാണ് ട്രിപ്പിൾ എ മോട്ടോഴ്സ് ഈ ഇലക്ട്രിക് ഓട്ടോ നൽകാൻ ആഗ്രഹിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 19ഓളം ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്ന മത്സരത്തിൽ വിജയിക്കുന്ന വള്ളത്തിലെ ഒന്നാം തുഴക്കാരന് ബെസ്റ്റ് പ്ലെയർ അവാർഡിനായി ഇലക്ട്രിക് ഓട്ടോറിക്ഷ സമ്മാനമായി നൽകുന്നതെന്ന് മഹീന്ദ്ര ട്രിപ്പിൾ എ മോട്ടോഴ്സ് മാനേജിംഗ് ഡയറക്ടർ വിൻസൻ വർക്കി പറഞ്ഞു. ട്രിപ്പിൾ എ മോട്ടോഴ്സ് ജനറൽ മാനേജർ CP ജൈമൽ കുമാർ, AGM R മനോജ് കുമാർ, PRO ബേസിൽ ജോസഫ് എന്നിവരും ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറായി നിജാസ് ജുവൽ ചുമതലയേറ്റു. നേരത്തെ വിവിധ ജില്ലകളിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ എറണാകുളം, ആലപ്പുഴ ജില്ലകളുടെ ചുമതലയുള്ള മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറായി നിജാസ് ജുവൽ ചുമതലയേറ്റു. കണ്ണൂർ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ, എറണാകുളം, തൃശൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 10 പുന്നമടക്കായൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ട്രാക്കും ഹീറ്റ്സും നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു. YMCA ഹാളിൽ നടത്തിയ നറുക്കെടുപ്പ് നെഹ്റു ട്രോഫി ബോട്ടറി സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ട്രാക്കും ഹീറ്റ്സും നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു. YMCA ഹാളിൽ നടന്ന നറുക്കെടുപ്പ് ചടങ്ങ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ ഉദ്ഘാടനം ചെയ്തു. 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 74 വള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിനുള്ളത്. ഹീറ്റ്സിൽ മികച്ച സമയം കുറിക്കുന്ന 4 വള്ളങ്ങളാണ് ഫൈനലിൽ മാറ്റുരയ്ക്കുക. നറുക്കെടുപ്പ് ചടങ്ങിൽ NTPR എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KK ഷാജു, RK കുറുപ്പ്, SM ഇക്ബാൽ, AV മുരളി, MV അൽത്താഫ്, KM അഷറഫ്, ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി ചെയർമാൻ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MC സജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും അതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പ്രതിഷേധം ശക്തമാകുന്നു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ് ശല്യം രൂക്ഷമാകുന്നതായി വ്യാപക പരാതി ഉയരുന്നു. ദിനംപ്രതി 100 കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലടക്കം തെരുവുനായ്ക്കൾ വിലസുമ്പോൾ പോലും ഇവിടേക്കെത്തുന്ന യാത്രക്കാരുടെ സുരക്ഷ കണക്കാക്കി പോലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതും യാത്രക്കാരെ പോലെ തന്നെ പ്രദേശവാസികൾക്കും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വെച്ചും യാത്രക്കാരന് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. ഇന്റർവ്യൂവിനായി ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തേക്ക് പോകാനെത്തിയ മണ്ണഞ്ചേരി സ്വദേശി അജിത്തിനാണ് നായയുടെ കടിയേറ്റത്. തുടർന്ന് ആംബുലൻസ് വിളിച്ചു വരുത്തി അജിത്തിനെ ആശുപത്രിയിലേക്ക് അയച്ചു. റെയിൽവേ സ്റ്റേഷന് അകത്തെന്ന പോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമുള്ള റോഡുകളിലും തെരുവുനായ് ശല്യം രൂക്ഷമാണ്. റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്ന കാൽനട യാത്രക്കാരും പ്രദേശവാസികളും വിദ്യാർത്ഥികളുമടക്കം ഏതു നിമിഷവും തെരുവുനായ്ക്കളുടെ ആക്രമണം ഉണ്ടാകാം എന്ന ഉൾഭയത്തോടെയാണ് ഇത്തരം റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നത്. ഇത്തരത്തിൽ തിരക്കേറെയുള്ള നഗരപ്രദേശങ്ങളിൽ തെരുവുനായ് ശല്യം രൂക്ഷമായിട്ടും അതിനെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർ ഒരുങ്ങാത്തതാണ് നാട്ടുകാരിൽ അമർഷമുണ്ടാക്കുന്നത്.
ഇതു സംബന്ധിച്ച് മാസ് പെറ്റീഷൻ തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് കൊടുക്കാൻ ഒരുങ്ങുകയാണ് യാത്രക്കാരും നാട്ടുകാരും. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള വള്ളംകളി പ്രേമികൾക്ക് അവസരമൊരുക്കുന്നു. വള്ളംകളിയുടെ ടിക്കറ്റ് സഹിതമാണ് KSRTCയുടെ പാക്കേജ് ക്രമീകരിച്ചിരിക്കുന്നത്. കഥാകാരിയും KGOA അംഗവുമായ M. മഞ്ജുവിന്റെ ജലപന്ത് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. നെഹ്റു ട്രോഫി മത്സര വള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തുന്ന വള്ളത്തിലെ ഒന്നാം തുഴച്ചിൽക്കാരന് പ്രത്യേക സമ്മാനം പ്രഖ്യാപിച്ച് പാതിരപ്പള്ളി മഹീന്ദ്ര AAA മോട്ടോഴ്സ്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറായി നിജാസ് ജുവൽ ചുമതലയേറ്റു. നേരത്തെ വിവിധ ജില്ലകളിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 10 പുന്നമടക്കായൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ട്രാക്കും ഹീറ്റ്സും നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു. YMCA ഹാളിൽ നടത്തിയ നറുക്കെടുപ്പ് നെഹ്റു ട്രോഫി ബോർഡറി സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും അതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പ്രതിഷേധം ശക്തമാകുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.